ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആർച്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് എന്താണ് ആർച്ചേഴ്സ്, ആർച്ചേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ്, അതുപോലെ തന്നെ ആർച്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആർച്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടെക്നിക്കൽ ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെക്നിക്കൽ ടേംസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് ആർച്ച്? നമുക്കറിയാം, പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ആർച്ച്. ഒരു കർവ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണല്ലേ. അതായത് ഈ കർവ് നോക്കൂ, ഒരു കർവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രത്യേകതരം യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആ യൂണിറ്റിൻ്റെ പറയുന്ന പേരാണ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്. ഓക്കെ, ഇത് ബ്രിക്ക് ആവാം അല്ലെങ്കിൽ സ്റ്റോൺ ആവാം. ഓക്കെ, അപ്പോൾ ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സ്ട്രക്ചറാണ് ആർച്ച്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയാം. ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ബ്രിക്ക് ആവാം അല്ലെങ്കിൽ സ്റ്റോൺ ആവാം. ഓക്കെ, അപ്പോൾ ഈ ബ്രിക്കിൻ്റെയോ സ്റ്റോണിൻ്റെയോ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിൻ്റെ മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ആർച്ച് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ആർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പണിങ്സിലാണ്. ഈ കർവ് പോലെ ഇരിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ എബട്ട്മെൻറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, കർവ് പോലെ ഇരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുക. സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ എബട്ട്മെൻറ്റ്സ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ഈ ആർച്ചിൽ നിന്നുള്ള ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർച്ച് ആക്ഷൻ വഴിയാണ്. ഓക്കെ, ആർച്ച് ആക്ഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആർച്ച്? അതായത് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റായ സ്റ്റോണിൻ്റെയോ ബ്രിക്സിൻ്റെയോ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സിൻ്റെ മെക്കാനിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് ആർച്ച് എന്ന് പറയുന്നത്. ആർച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പണിങ്സിലാണ്. അതുപോലെ തന്നെ ആർച്ചിൽ നിന്നുള്ള ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർച്ച് ആക്ഷൻ വഴിയാണ്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് ആർച്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസിലേക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്കൽ ടേംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ചർ നോക്കണം. പാർട്സ് ഓഫ് ആർച്ച് എന്ന് പറഞ്ഞ പിക്ചർ കാണിച്ചിട്ടുണ്ട്, അതിലേക്ക് നോക്കുക. അതിൽ ഫസ്റ്റ് എന്താണ്? ഇൻട്രൊഡോസ് ആണ്. പിക്ചറിൽ നോക്കൂ, എന്താണ് ഇൻട്രൊഡോസ്? ദി ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച്. ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെയാണ് നമ്മൾ ഇൻട്രൊഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സോഫിറ്റ്. അതായത് നമ്മളിപ്പം മേളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന എന്താണ്? ഒരു റൂഫിൻ്റെ സർഫേസ് ആണ് അല്ലേ, റൂഫിൻ്റെ സർഫേസ് ആണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആർച്ചസിൻ്റെ മേളിലേക്ക് നോക്കുമ്പോൾ എന്താണ്? ഒരു സർഫേസ് ആണ് കാണുന്നത്, ലൈനല്ലല്ലോ, ഒരു സർഫേസ് അല്ലേ കാണുന്നത്. ആ സർഫേസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഇന്നർ സർഫ് ഓഫ് ആൻ ആർച്ചിനെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്ട്രഡോസ് എന്താണ്? ഇൻട്രൊഡോസ് എന്ന് പറയുമ്പോൾ ഇന്നർ കർവാണ്. എക്സ്ട്രഡോസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കർവാണ്. ഓക്കെ, എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ചിനെയാണ് നമ്മൾ എക്സ്ട്രഡോസ് എന്ന് പറയുന്നത്. പിക്ചറിൽ നോക്കൂ, എന്താണ് എക്സ്ട്രഡോസ്. നെക്സ്റ്റ് വൂസോഴ്സ്. അപ്പോൾ ഈ വൂസോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആർച്ച് എന്ന് നോക്കിയപ്പോൾ പഠിച്ചു, ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സിൻ്റെ മെക്കാനിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് ആർച്ച് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സിനെയാണ് നമ്മൾ വൂസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ക്യൂബാക്ക് എന്ന് പറയുന്നത് ഈ എബട്ട്മെൻറ്റ്സ്, അതായത് ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത് എബട്ട്മെൻറ്റ്സിലാണല്ലോ. ഈ എബട്ട്മെൻറ്റ്സിന് തൊട്ട് മേലിൽ വരുന്ന ഒരു ഇൻക്ലൈൻഡ് സർഫേസിനെയാണ്, അതായത് ഒരു ഇൻക്ലൈൻഡ് സർഫേസിനെയാണ് നമ്മൾ സ്ക്യൂബാക്ക് എന്ന് പറയുക. അപ്പോൾ ഈ സ്ക്യൂബാക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും ആവാം, ബട്ട് ടെക്നിക്കലി നമ്മൾ പറയുന്നത് ഇൻക്ലൈൻഡ് സർഫേസ് ഓൺ ദ എബട്ട്മെൻറ്റിനെയാണ് സ്ക്യൂബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടെക്നിക്കൽ ടേമാണ് സ്പ്രിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ബാക്കിനോട് ചേർന്നിരിക്കുന്ന ആദ്യത്തെ വൂസോറാണ് സ്പ്രിങ്ങർ. ഓക്കെ, സ്ക്യൂ ബാക്കിനോട് ചേർന്നിരിക്കുന്ന ആദ്യത്തെ വൂസോറിനെയാണ് നമ്മൾ സ്പ്രിങ്ങർ എന്ന് പറയുക. ഇനി അടുത്താണ് ക്രൗൺ, അതായത് ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ എക്സ്ട്രഡോസ്. ഓക്കെ, ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ എക്സ്ട്രഡോസ് ആണ് ക്രൗൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ കീ, അതായത് നമ്മളിപ്പോൾ വെഡ്ജ് ഷേപ്പ് യൂണിറ്റ്സിനെയാണ് നമ്മൾ വൂസോർ എന്ന് പറയുന്നത്. അപ്പോൾ മിഡിലായിട്ട് ക്രൗൺ വരുന്ന പോർഷനിൽ
ഒരു വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മറ്റ് യൂണിറ്റിനേക്കാളും ലാർജർ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, പിക്ചറിൽ കാണാം, ലാർജർ സെക്ഷൻ ആയിരിക്കും. അതായത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ആർച്ചിൻ്റെ ഔട്ട്ലൈനിൽ നിന്നും കുറച്ച് മേലിലേക്കും താഴത്തേക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ. ഇത് ശരിക്കും ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കീ എന്നാണ് പറയുക. ഓക്കെ, കീ എന്നാണ് പറയുക, സിംപ്ലി എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടിയാണ്. ഇനി അടുത്താണ് സ്പ്രിങ്ങിങ് പോയിൻറ്റ്സ്. ഇനി സ്പ്രിങ്ങിങ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് പോയിൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, പോയിൻറ്റ് ഫ്രം വിച്ച് ആർച്ച് സ്റ്റാർട്ട്സ്. അപ്പോൾ ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് പോയിൻറ്റ്സ് എന്ന് പറയുക. ഇനി അടുത്തതാണ് സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ അതായത് രണ്ട് സ്പ്രിങ്ങിങ് പോയിൻറ്റ്സിന് തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് റൈസ്. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ്ങിങ് ലൈനും അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്ത സ്പാൻ. സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സപ്പോർട്ട്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് സ്പാൻ. എബട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് ഒരു കർവ്ഡ് സർഫസിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് എബട്ട്മെൻറ്റ്. ഓക്കെ, ആർച്ചിന് എൻഡ് സപ്പോർട്ടിനെയാണ് നമ്മൾ എബട്ട്മെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് സ്പിയേഴ്സ്. പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ആൻ ആർക്കേഡ് ആണ്. ആർക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് ആർച്ചസിനെയാണ് നമ്മൾ ആർക്കേഡ് എന്ന് പറയുക. ഈ ആർക്കേഡിൻ്റെ ഇൻറ്റർമീഡിയറ്റ് സപ്പോർട്ട്സിനെയാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സെൻറ്റർ. സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർച്ചിൻ്റെ കർവ് ഓഫ് ആൻ ആർച്ചിൻ്റെ ജിയോമെട്രിക്കൽ സെൻറ്റർ. ഓക്കെ, ജിയോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ കർവ് ഓഫ് ആൻ ആർച്ചാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് റിംഗ്. circular course forming an arch. Okay, this is a circular course forming an arch. It's called ring. ഇനി അടുത്ത ടേമാണ് ഡെപ്ത് ഓർ ഹൈറ്റ്. അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രഡോസിനെയാണ് നമ്മൾ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രഡോസിനെയാണ് നമ്മൾ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം. ഇനി അടുത്തതാണ് സ്പാൻഡ്രിൽ. അപ്പോൾ ഈ സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ ക്രൗണിന് ടാൻജൻഷ്യലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനും എക്സ്ട്രഡോസും തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു ഇറഗുലർ ട്രയാങ്കുലർ സ്പേസിനെയാണ് നമ്മൾ സ്പാൻഡ്രിൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് ഹോഞ്ച്. ഓക്കെ, ഹോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ച് ബിറ്റ്വീൻ സ്ക്യൂ ബാക്ക് ആൻഡ് ക്രൗൺ. ഓക്കെ, ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ച് ബിറ്റ്വീൻ സ്ക്യൂ ബാക്ക് ആൻഡ് ക്രൗൺ. ആർക്കേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു സീരീസ് അല്ലെങ്കിൽ റോ ഓഫ് ആർച്ചസിനെയാണ് നമ്മൾ ആർക്കേഡ് എന്ന് പറയാം. ഇനി അടുത്ത തിക്നെസ് ഓർ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ്. ഓക്കെ, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫേസസ് ഓഫ് ആൻ ആർച്ച് ഈസ് നോൺ ആസ് തിക്നെസ് ഓർ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടെക്നിക്കൽ ടേംസ്. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, പിക്ചറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ആർച്ച് എന്നുള്ള ടോപ്പിക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നതാണ് ടെക്നിക്കൽ ടേംസ്. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ ടേംസിൻ്റെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്, ഇൻട്രഡോസ് എന്താണ്, എക്സ്ട്രഡോസ് എന്താണ്, ക്രൗൺ എന്താണ്, ഡെപ്ത് എന്താണ്, എബട്ട്മെൻറ്റ് എന്താണ്, സ്ക്യൂ ബാക്ക് എന്താണ്, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ആർച്ചസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ആർച്ചസ്. അപ്പോൾ മെയിൻലി 3 ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ഷേപ്പിനനുസരിച്ച്, ദെൻ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റേഴ്സിൻ്റെ അനുസരിച്ചിട്ട്, നെക്സ്റ്റ് വൺ ആണ് അക്കോർഡിംഗ് ടു മെറ്റീരിയൽ.
ഓക്കെ, ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്സിലാണ് നമ്മൾ മെയിൻലി ആർച്ചസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ചസ് അക്കോർഡിംഗ് ടു ഷേപ്പ്. ഇപ്പോൾ ഷേപ്പിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ഫ്ലാറ്റ് ആർച്ച്. ഓക്കെ, പിക്ചറിൽ കാണുന്നുണ്ട്. ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുമ്പോൾ പിക്ചറിൽ ഒരു ബ്രിക്സ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഫ്ലാറ്റ് ആർച്ചിൽ എങ്ങനെയാണ്, ഈ സ്ക്യൂ ബാക്ക് ഹൊറിസോണ്ടലും ആയിട്ട് 60 ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ സ്ക്യൂ ബാക്ക് നമുക്കറിയാം എബട്ട്മെൻറ്റ്സിന് മേളിൽ വരുന്ന ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനാണ് നമുക്ക് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഈ സ്ക്യൂ ബാക്ക് ഹൊറിസോണ്ടലായിട്ട് 60 ഡിഗ്രിയിലായിരിക്കും. അതുപോലെ തന്നെ ഇൻട്രഡോസും എക്സ്ട്രഡോസും പാരലലായിരിക്കും അല്ലേ. നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും ഇൻട്രഡോസും എക്സ്ട്രഡോസും പാരലലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നാണ് സെഗ്മെൻ്റൽ ആർച്ച്. സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ആർച്ചാണ്. ഓക്കെ, വൈഡ്ലി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആർച്ചാണ് സെഗ്മെൻ്റൽ ആർച്ച്. ഓക്കെ, ദ സെൻറ്റർ ഓഫ് ആർച്ച് ലൈസ് ബിലോ ദ സ്പ്രിംഗിങ് ലൈൻ. ഓക്കെ, the thrust transferred to the abutment is in an inclined direction. അപ്പോൾ നമ്മുടെ സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ആർച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സെമി സർക്കുലർ ആർച്ച്. ഓക്കെ, ഈ സെമി സർക്കുലർ ആർച്ച് എന്ന് പറയുന്നത്, സെമി സർക്കുലർ ആർച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച രണ്ടെണ്ണത്തിൽ ഫ്ലാറ്റ് ആർച്ചിലും അതുപോലെ തന്നെ സെഗ്മെൻ്റൽ ആർച്ചിലും സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരുന്നു. അപ്പോൾ സെമി സർക്കുലർ ആർച്ചിൽ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. ഓക്കെ, ഷേപ്പ് എന്ന് പറയുന്നത് സെമി സർക്കിളാണ്. ഓക്കെ, അതുപോലെ തന്നെ സെൻറ്റർ ലൈസ് ഓൺ ദ സ്പ്രിംഗിങ് ലൈൻ. ഓക്കെ, സെൻറ്റർ സ്പ്രിംഗിങ് ലൈനിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഷേപ്പ് ഓഫ് ആൻ ആർച്ച് ഇസ് എ സെമി സർക്കിൾ. അടുത്ത ടൈപ്പാണ് ഹൗസ് ഷൂ ആർച്ച്. ഓക്കെ, അതായത് ഈ ടൈപ്പ് ഓഫ് ആർച്ച് എന്ന് പറഞ്ഞത് ഹൗസ് ഷൂവിൻ്റെ ഷേപ്പിലായിരിക്കും. ഓക്കെ, മെയിൻലി നമ്മൾ ആർക്കിടെക്ചറൽ കൺസിഡറേഷന് വേണ്ടി, ആർക്കിടെക്ചറൽ പർപ്പസിന് വേണ്ടിയാണ് ഹൗസ് ഷൂ യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ആർച്ചാണ് പോയിൻറ്റഡ് ആർച്ച്. പോയിൻറ്റഡ് ആർച്ചിന് നമ്മൾ ഗോത്തിക് ആർച്ച് എന്നും പറയുന്നുണ്ട്. പോയിൻറ്റഡ് ആർച്ചിൽ രണ്ട് ആർക്സ് തമ്മിൽ ഒരു എപ്പെക്സിൽ മീറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് ആർക്സ് തമ്മിൽ ഒരു എപ്പെക്സിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടാവും. അത് ഇക്വിലേറ്ററൽ ആവാം അല്ലെങ്കിൽ ഐസോസ്ലെസ് ആവാം. ഐസോസ്ലെസ് ആണെങ്കിൽ നമ്മളതിനെ ലാൻസെറ്റ് ആർച്ച് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതെ, ലാൻസെറ്റ് ആർച്ച് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ആർക്സ് ഒരു എപ്പെക്സിൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് പോയിൻറ്റഡ് ആർച്ച്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് വെനീഷ്യൻ ആർച്ച്. വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് പോയിൻറ്റഡ് ആർച്ചിനെ പോലെ തന്നെ പോയിൻറ്റഡ് ആർച്ചിൻ്റെ വേറൊരു ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്ത്ത് ക്രൗൺ പോർഷനിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഡെപ്ത്ത് എന്ന് പറയുന്നത് ക്രൗൺ പോർഷനിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ 4 സെൻറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, 4 സെൻറ്റേഴ്സും ലേ ചെയ്യുന്നത് സ്പ്രിംഗിങ് ലൈനിലായിരിക്കും. ഓക്കെ, വെനീഷ്യൻ ആർച്ച് അനദർ ഫോം ഓഫ് പോയിൻറ്റഡ് ആർച്ചാണ്. എന്നാൽ ക്രൗൺ പോർഷനിൽ ഡെപ്ത്ത് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് ഫ്ലോറന്റൈൻ ആർച്ച്. ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയുന്നത് വെനീഷ്യൻ ആർച്ചിന് സിമിലർ ആണ്. പക്ഷേ ഇവിടെ ഇൻട്രഡോസ് സെമി സർക്കിളായിട്ടാണ് വരുന്നത്. ഇൻട്രഡോസ് സെമി സർക്കിളാണ്. അതുപോലെ തന്നെ ഫ്ലോറന്റൈൻ ആർച്ചിന് 3 സെൻറ്റേഴ്സ് ആയിരിക്കും. ഈ 3 സെൻറ്റേഴ്സ് സ്പ്രിംഗിങ് ലൈനിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലോറന്റൈൻ ആർച്ച് വെനീഷ്യൻ ആർച്ചിന് സിമിലർ ആണ്, പക്ഷേ ഇൻട്രഡോസ് സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും. നെക്സ്റ്റ് ടൈപ്പാണ് റിലീവിങ് ആർച്ച്. റിലീവിങ് ആർച്ച് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആർച്ച് അതുപോലെ തന്നെ വുഡൻ ലിൻറ്റൽ ഇതിനൊക്കെ മുകളിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ വുഡൻ ലിൻറ്റൽസിൽ ഡീക്കേ എല്ലാം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെങ്ത്ത് കൂട്ടാനും അതുപോലെ തന്നെ ഫ്ലാറ്റ് ആർച്ചസിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് കൂട്ടാനും അതുപോലെ തന്നെ വുഡൻ ലിൻറ്റൽസിൻ്റെയൊക്കെ ഡീക്കേ എല്ലാം തടയാനും വേണ്ടിയിട്ടാണ് നമ്മൾ റിലീവിങ് ആർച്ച്, അതായത് എക്സ്ട്രാ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ
റിലീവിങ് ആർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് സ്റ്റിൽറ്റഡ് ആർച്ച്. ഈ സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുമ്പോൾ രണ്ട് വെർട്ടിക്കൽ പോർഷന് മുകളിലായിട്ട് ഒരു കർവ് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, രണ്ട് വെർട്ടിക്കൽ പോർഷന് മുകളിലായിട്ടാണ് കർവ് ഫോം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. അപ്പോൾ സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് സെമി എലിപ്സിൻ്റെ ഷേപ്പിലായിരിക്കും. ഈ ടൈപ്പ് ഓഫ് ആർച്ച് എന്ന് പറയുന്നത് 3 സെൻറ്റേഴ്സോ അല്ലെങ്കിൽ 5 സെൻറ്റേഴ്സോ ആവാം. ഓക്കെ, 3 സെൻറ്റേർഡ് ആവാം അല്ലെങ്കിൽ 5 സെൻറ്റേർഡ് ആവാം. ഇൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൻറ്റേഴ്സിൻ്റെ ബേസിസിലാണ്. ഓക്കെ, നമ്പർ ഓഫ് സെൻറ്റേഴ്സിൻ്റെ ബേസിസിലാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് 1 സെൻറ്റേർഡ് ആർച്ച്. ഓക്കെ, 1 സെൻറ്ററാണ് വരുന്നുള്ളൂ. അതിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സെഗ്മെൻറ്റൽ ആർച്ച്, സെമി സർക്കുലർ, ഫ്ലാറ്റ് ആർച്ച്, ഹോർഷ്യൂ ആർച്ച് ആൻഡ് സ്റ്റിൽറ്റഡ് ആർച്ച്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ആർച്ചസ് ഒക്കെയാണ് 1 സെൻറ്റേർഡ് ആർച്ചസിൽ വരുന്നത്. അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി സർക്കുലർ ഷേപ്പുള്ള ബുൾസൈ ആർച്ചും നമുക്ക് 1 സെൻറ്റേർഡ് ആർച്ചിൽ വരുന്നുണ്ട്. അതിന് നെക്സ്റ്റ് വണ്ണാണ് 2 സെൻറ്റേർഡ് ആർച്ച്. അതായത് 2 സെൻറ്റേഴ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പോയിൻറ്റഡ് ആർച്ചസ്, അതുപോലെ തന്നെ സെമി എലിപ്റ്റിക്കലും ഫ്ലോറൻറ്റൈൻ ആർച്ചും 2 സെൻറ്റേർഡ് ആർച്ചസിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് 3 സെൻറ്റേർഡ് ആർച്ച്. 3 സെൻറ്റേഴ്സ് ആണ്. എലിപ്റ്റിക്കൽ ആർച്ചസ് ആണ് 3 സെൻറ്റേർഡ് ആർച്ചിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വണ്ണാണ് 4 സെൻറ്റേർഡ് ആർച്ച്. 4 സെൻറ്റേഴ്സ് ഉണ്ടാവും. വെനീഷ്യൻ ആർച്ചാണ് ഈ ടൈപ്പ് 4 സെൻറ്റേർഡ് ആർച്ചസിൽ വരുന്നത്. ട്യൂഡർ ആർച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നമ്പർ ഓഫ് സെൻറ്റേഴ്സിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു മെറ്റീരിയൽ ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്റ്റോൺ ആർച്ച്. സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആർച്ച്. അത് നമ്മൾ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റബ്ബിൾ മേസണറിയും ആഷ്ലാർ മേസണറിയും. ഓക്കെ, റബ്ബിൾ ആർച്ചസിൽ വരുന്നത് നമുക്കറിയാം. റബ്ബിൾ ആർച്ചസ് എന്ന് പറയുന്നത് റഫ്ലി ഡ്രസ്ഡ് ആണ്. അതുപോലെ തന്നെ റഫ്ലി ഡ്രസ്ഡ് ആയിരിക്കും. സ്പാൻ അപ് ടു 1 മീറ്റർ വരെ, സ്പാൻ അപ് ടു 1 മീറ്റർ വരെയാണ്. ആർച്ചിൻ്റെ സ്പാന് 1 മീറ്റർ വരെയുള്ള കേസസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീക്കാണ്, ഇൻഫീരിയർ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിലാണ് യൂസ് ചെയ്യുക. വീക്കാണ്, ഇൻഫീരിയർ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ റബ്ബിൾ ആർച്ചസ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വണ്ണാണ് ആഷ്ലാർ. ആഷ്ലാർ ആർച്ചസിലെന്ന് പറഞ്ഞാൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് പ്രോപ്പർ ഷേപ്പാണ്, ഫുള്ളി ഡ്രസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ജോയിൻറ്റ്സ് ലൈം അല്ലെങ്കിൽ സിമൻറ്റ് മോട്ടർ ആയിരിക്കും. ഓക്കെ, ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് ലൈം അല്ലെങ്കിൽ സിമൻറ്റ് മോട്ടർ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് ഫ്ലാറ്റ് ആർച്ചസിൻ്റെ കേസിലാണ് നമ്മൾ ആഷ്ലാർ ആർച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലാറ്റ് ആർച്ചസിൻ്റെ കേസസിലാണ്. ഓക്കെ, ഇതാണ് സ്റ്റോൺ ആർച്ചസിൽ വരുന്ന റബ്ബിൾ ആർച്ചസും ആഷ്ലാറും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് ബ്രിക്ക് ആർച്ചസ്. അപ്പോൾ നമുക്കറിയാം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ബ്രിക്കാണ്. പിന്നെ ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റഫ് ബ്രിക്ക് ആർച്ച്, ആക്സ്ഡ് ബ്രിക്ക് ആർച്ച്, ഗേജ്ഡ് ബ്രിക്ക്, അതുപോലെ തന്നെ പർപ്പസ് മെയ്ഡ് ബ്രിക്ക്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റഫ് ബ്രിക്ക് ആർച്ചസ്. ഈ റഫ് ബ്രിക്ക് ആർച്ചസ് എന്ന് പറയുന്നത് ഓർഡിനറി ബ്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റഫ് ബ്രിക്ക് ആർച്ചസിൽ ഓർഡിനറി ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വൂസോസ് എന്ന് പറയുന്നത് വെഡ്ജ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. പകരം ഈ ജോയിൻസിൻ്റെ തിക്നെസ് വേരി ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ബ്രിക്സ് വെഡ്ജ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല, പകരം ജോയിൻസിൻ്റെ തിക്നെസ് വേരി ചെയ്തിട്ടാണ് ഈ വെഡ്ജ് ഷേപ്പ് ഫോർമേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ജോയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പിയറൻസ് നല്ലതല്ല. സോ നമ്മൾ എക്സ്പോസ്ഡ് വർക്കിന് ഇത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, എക്സ്പോസ്ഡ് വർക്കിന് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ റഫ് ബ്രിക്കിൻ്റെ കേസിൽ ഇതാണ് വരുന്നത്. ഓർഡിനറി ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ജോയിൻസിൻ്റെ തിക്നെസ് ആണ് വേരി ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. എക്സ്പോസ്ഡ് വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ടൈപ്പാണ് ആക്സ്ഡ് ബ്രിക്ക് ആർച്ചസ്. ഈ ടൈപ്പിൽ ബ്രിക്ക് വെഡ്ജ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. ബ്രിക്സ് വെഡ്ജ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും.
അതുപോലെ തന്നെ ജോയിൻസ് എന്ന് പറയുന്നത് യൂണിഫോം ഷേപ്പിലായിരിക്കും. ജോയിൻസ് യൂണിഫോം ഷേപ്പിലായിരിക്കും, പക്ഷേ നല്ലൊരു അപ്പിയറൻസ് അല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ ആക്സ് ബ്രിക്സ് വെഡ്ജ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. ജോയിൻസ് യൂണിഫോം തിക്നെസ്സിലാണ് ഉണ്ടാവുക. ഇനി തേർഡ് ടൈപ്പാണ് ഗേജ്ഡ് ബ്രിക്ക് ആർച്ച്. ഗേജ്ഡ് ബ്രിക്ക് ആർച്ച് എന്ന് പറയുന്നത് എക്സാക്ട് ഷേപ്പ് ആൻഡ് സൈസിലുള്ള റെഗുലർ വൂസോസ് വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഗേജ്ഡ് ബ്രിക്ക് ആർച്ച് എന്ന് പറയുമ്പോൾ എക്സാക്ട് ഷേപ്പ് ആൻഡ് സൈസിലുള്ള റെഗുലർ വൂസോസ് വെച്ചിട്ടാണ് ഗേജ്ഡ് ബ്രിക്ക് ആർച്ച് നിർമ്മിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പർപ്പസ് മെയ്ഡ് ബ്രിക്സ്. അതായത് വൂസോസിൻ്റെ എക്സാക്ട് ഷേപ്പിലും സൈസിലുള്ള ബ്രിക്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതിനെയാണ് പർപ്പസ് മെയ്ഡ് ബ്രിക്ക് ആർച്ചസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് കോൺക്രീറ്റ് ആർച്ച്. നമുക്കറിയാം കോൺക്രീറ്റ് ആണ് ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്സ് ആണ്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ആർച്ചും മോണോലിത്തിക് കോൺക്രീറ്റ് ആർച്ചും. ഫസ്റ്റ് വരുന്നതാണ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക്. ഇവിടെ നമ്മൾ 1:2:4 സിമെൻറ്റ് കോൺക്രീറ്റ് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. 1:2:4 സിമെൻറ്റ് കോൺക്രീറ്റ് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള മൗൾഡിൽ വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ എക്സാക്ട് ഷേപ്പ് ആൻഡ് സൈസാണ്. അതുപോലെ തന്നെ ഗുഡ് അപ്പിയറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് മോണോലിത്തിക് കോൺക്രീറ്റ് ആർച്ച്. മോണോലിത്തിക് കോൺക്രീറ്റ് ആർച്ച് എന്ന് പറയുന്നത് കാസ്റ്റ് ഇൻസിറ്റീവ് കൺസ്ട്രക്ഷൻ ആണ്. ബിഗ് സ്പാൻസിൽ, അതായത് കൾവേർട്ട്, ബ്രിഡ്ജസ് പോലുള്ള കൺസ്ട്രക്ഷനിൽ, ബിഗ് സ്പാൻസ് ഉള്ള കൺസ്ട്രക്ഷനിലാണ് മോണോലിത്തിക് കോൺക്രീറ്റ് ആർച്ച് യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് സഫീഷ്യൻ്റ്ലി ഹാർഡായതിനു ശേഷമാണ് നമ്മളിവിടെ ഫോം വർക്ക്